സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ ഒരു നെഗറ്റീവ് റിവ്യൂസും ഫാഷൻ ടോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടയിൽ ഇറങ്ങിയ സമയത്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ചെയ്യാം, ആക്ച്വലി ചെയ്യാം. മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടുപിടിക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് നമുക്കിവിടെ എന്താ പറയുക യാത്ര ചെയ്തെത്താൻ പറ്റില്ല. ആളുകൾ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാൻ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ റിവ്യൂവിന്റെ കേസിൽ പറയുന്നുണ്ട് ബസ്സിൽ ഇരിക്കുന്ന ഒരു മമ്മൂക്കയുടെ കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ്. ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നത്. ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കീം അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് മമ്മൂക്ക അങ്ങനെ ആ ഒരു കഥ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഈ ഷൺമുഖിന്റെ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല, ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോർഷൻ മനസ്സിലായത്. പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല. കാരണം അത്രയും ഒരു മുഴുവൻ ഒരാൾക്ക് അത് കണക്ട് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഏകദേശം ആ 4.29 സെക്കൻഡ് ആ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു. പിന്നെ റിപ്പീറ്റ് അടിച്ചു. ഞാൻ കേട്ട കുഴപ്പമാണോ പറയുന്നത് റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനോട് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ക്യാരക്ടറിനോട് മമ്മൂക്ക ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി എനിക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്. അതെനിക്കിവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണം. ഇല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രയും കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളൂ. ഇപ്പോ ഇല്ലല്ല ഞാൻ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. ഒന്നുകൂടെ മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും അതിന് കാരണമുണ്ട്. അത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്തോ ബ്രോ എന്ന് വിളിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്കതില് അരോചകം തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എന്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എന്റെ ക്യാരക്ടറിനകത്ത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ബ്രോക്ക് വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചൊറിയും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലൗഡായിട്ട് പാട്ട് കേൾക്കും, കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പൊ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് പറയുന്ന ക്യാരക്ടർ. അതങ്ങനെ ചെയ്തത്. ഇതാ പറയുന്നത് സിനിമയ്ക്ക് ഇതിങ്ങനെ ചെയ്തത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ സിനിമയിൽ ഇത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുണ്ട്. പക്ഷേ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട്. ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഇവരുടെയും വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ രണ്ടു മൂന്ന് തగ్గടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയ മാറിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ മണ്ടന്മാരല്ലോ. കാരണം ഇത്ര പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. അപ്പൊ നമ്മൾ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണുന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളൊരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയുക, ഒരു മനുഷ്യന്റെ വാല്യൂ. ഇപ്പൊ ഒരാളെന്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുമ്പോൾ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയല്ലോ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല. ഈ പറഞ്ഞ കലൂർ ടെന്നീസ്